ഈ 22-ാമത്തെ സങ്കീർത്തനം മശീയിക സങ്കീർത്തനമാണ്. എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി മനസ്സിരുത്തി ധ്യാനിച്ച് പഠിച്ചാൽ യേശുക്രിസ്തുവിനെ പറ്റിയാണ് ഈ സങ്കീർത്തനത്തിൽ ഉടനീളം പരാമർശിച്ചിരിക്കുന്നത്. വിശേഷിച്ച് അവിടുത്തെ കഷ്ടാനുഭവങ്ങൾ, പീഡകൾ, ഇതെല്ലാം ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22-ാമത്തെ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയ പല വിഷയങ്ങളും സുവിശേഷ പുസ്തകം വായിക്കുമ്പോൾ അതെല്ലാം നിവർത്തിച്ചതാണ്. അതുകൊണ്ട് ഇത് മിശിഹായുടെ സങ്കീർത്തനമാണ്. എന്നാൽ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ദാവീദാണ്. അതിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചാണ്. സംഗീത പ്രമാണിക്ക് ഉഷസ്സിൻ മാൻപേട എന്ന രാഗത്തിൽ, ഉഷസ്സിൻ മാൻപേട എന്ന രാഗത്തിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. ദാവീദിന്റെ ഒരു സങ്കീർത്തനം വിവരിക്കുന്നില്ല. ദാവീദ് യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ആ ഓരോ വാക്യങ്ങളും എഴുതിയിരിക്കുന്നതും പഠിക്കുന്നതും ധ്യാനിക്കുന്നതും മനസ്സിലാക്കുമ്പോൾ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങൾ നേരിട്ട് കണ്ടതുപോലെ എഴുതി വെച്ചിരിക്കുന്നു. ഇതിനകത്ത് പല വാക്യങ്ങളും പഠിക്കുമ്പോൾ ആ അനുഭവങ്ങളിൽ കൂടി എല്ലാം ഒന്നും ദാവീദ് പോയിട്ടില്ല. പക്ഷെ ആത്മാവിൽ ദർശിച്ച് ക്രിസ്തുയേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് വെച്ചിരിക്കുക. ഈ സങ്കീർത്തനം എഴുതാനുള്ളതിന്റെ പശ്ചാത്തലത്തെ പറ്റി വേദപണ്ഡിതാക്കള് അഭിപ്രായപ്പെടുന്നത്, ദാവീദ് യുദ്ധം ചെയ്ത് തിരിച്ചു വന്നപ്പോൾ തന്റെ സ്ഥലത്തെത്തി സിക്ലാഗിൽ. അപ്പോൾ സിക്ലാഗിലെത്തിയപ്പോൾ അമാലേക്യര് വന്ന് സിക്ലാഗ് പിടിച്ചടക്കി തീയിട്ട് ചുട്ട് ഭാര്യമാരെയും പിള്ളാരെയും ചെറിയവരെയും വലിയവരെയും എല്ലാവരും പിടിച്ചോണ്ട് പോകും. അപ്പോൾ വലിയ കഷ്ടത്തിലായി. ആ കഷ്ടതയുടെ തീച്ചൂളയിൽ നിൽക്കുക. അപ്പോൾ കൂടെ ഉള്ളവരെല്ലാം തനിക്ക് എതിരായി, എല്ലാം പ്രതികൂലമായി. ആ സന്ദർഭത്തിലാണ് ഈ സങ്കീർത്തനം പാടിയത് എന്നാണ് വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. ഏതാണ്ട് ശരിയാണ്. ആരുമില്ല, എല്ലാവരും കൈവിട്ടു. അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് 22:1 ദാവീദ് പാടുകയാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത്. അവർ കൂടെ ഉള്ളവരെല്ലാം കൈവിട്ടു. നിങ്ങൾ ഇനി ആ 30-ാം അധ്യായത്തിന്റെ 1 മുതൽ ഒന്ന് വായിച്ചേ. 30-ാം അധ്യായത്തിന്റെ 1 മുതൽ, ശമൂവേലിന്റെ 1-ാം പുസ്തകം 30-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവെഴുത്തുകൾ ഒന്ന് വായിച്ചേ, 6 വരെ. ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ, ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിൽ, ഫെലിസ്ത്യരുമായുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞ സിക്ലാഗിലെത്തിയപ്പോൾ അമാലേക്യർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അപ്പോൾ താനെ ഫെലിസ്ത്യരുമായുള്ള യുദ്ധമെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അമാലേക്യർ വന്ന് സിക്ലാഗിനെ തീയിട്ട് ചുട്ട് ജയിച്ച് കീഴടക്കി. അടുത്തത്, അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ല. വലിയവരും ചെറിയവരുമാകുന്ന എല്ലാവരെയും സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ട് അവരുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ലെന്ന. ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ, ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. അടുത്തത്, ഇസ്രായേൽക്കാരത്തി അഹീനോവം, കർമ്മേൽക്കാരൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ ദാവീദിന്റെ 2 ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ടുപോയിരുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ഇതാണ് ഇതിന്റെ പശ്ചാത്തല സന്ദർഭം. ദാവീദ് വലിയ കഷ്ടത്തിലായി. എല്ലാം തനിക്ക് നഷ്ടപ്പെടുക, അപ്പൊ എല്ലാം കൈവിട്ടു പോവുക. അപ്പം മാനുഷികമായിട്ടൊരു ചിന്ത വന്നു. സ്തോത്രം.
എല്ലാം നഷ്ടത്തിലായി. ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയി, പുത്രന്മാരെ കൊണ്ടുപോയി, ജനത്തെ കൊണ്ടുപോയി, ചെറിയവരെയും വലിയവരെയും കൊണ്ടുപോയി, പട്ടണം തീയിട്ട് ചുട്ടു, എല്ലാം നശിച്ചു. അപ്പൊ ഒരു ചിന്ത വന്നു, ദൈവമേ നീ എന്നെ കൈവിട്ടോ? സ്തോത്രം. പക്ഷെ ദാവീദിന്റെ വിശേഷത താൻ ദൈവത്തിൽ ധൈര്യം. ദാവീദോത്തിന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അതാണ് സ്തോത്രം. ദാവീദോ ദൈവമായി യഹോവയിൽ ധൈര്യപ്പെട്ടു. ആമേൻ. ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്കും ഇങ്ങനെയൊക്കെ തോന്നാം, ദൈവം കൈവിട്ടോ, തള്ളിക്കളഞ്ഞോ, ഉപേക്ഷിച്ചോ. അതെല്ലാം പ്രതികൂലമല്ലേ? ദാവീദ് അഭിഷേകം പ്രാപിച്ചയാണ്, ഗോലിയാത്തിനെ ഒരേ താഴെ ഇട്ടയാളാണ്, ദേശമെല്ലാം വെട്ടിപ്പിടിച്ചയാളാണ്. ദാവീദ് ചെന്നിടത്തെല്ലാം ദൈവം ജയവും കൊടുത്തതാണ്. പക്ഷേ ഈ പ്രത്യേക സന്ദർഭത്തിലെല്ലാം നഷ്ടപ്പെട്ടു. ദൈവത്തിന് മകത്തും അതിന്റെ വെളിച്ചത്തിലായി ചോദിക്കുന്നത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ. ഇതാണ് കാൽവറിയിൽ നടന്നത്. നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ അവിടുന്ന് തിരുവായി പൊഴിഞ്ഞതാ, എലോകി എലോകി ലമ്മ ശബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈ വിട്ടത് എന്ന്. ദൈവത്തിന് ദാവീദിന്റെ ജീവിതാനുഭവത്തോടുള്ള ബന്ധത്തില്ല. എല്ലാം തനിക്ക് പ്രതികൂലമായി. അവിടെ ഓരോരുത്തരെ പറ്റി പരാമർശിക്കുന്നുണ്ട്. പക്ഷെ പരാമർശിക്കുന്നത് പേരുകളൊന്നും പറഞ്ഞല്ല, ചില മൃഗങ്ങളുടെ പേര് പറഞ്ഞ, ചെന്നായിക്കട, ബാലസിംഹം, കാട്ടുപോത്ത്, കാള, ഭാഷാകൂറ്റന്മാർ, അതെല്ലാം സങ്കീർത്തനത്തിലുണ്ട്. ഇതിന്റെ ഓരോ ടൈപ്പ് സ്വഭാവക്കാരെ കാണിക്കുന്നതാണ്. 22-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ പദങ്ങളുണ്ട്. അനേകം കാളകൾ തന്നെ കാള സ്വഭാവമായി കാണിക്കുന്നു. അല്ലാതെ ദാവീദ് അവിടെ നിന്നപ്പം കാളയെല്ലാം കൂടെ കയറി വളരുന്നല്ല. അപ്പം കാളകൾ വളർന്നു, ഭാഷാകൂറ്റന്മാര്, പിന്നെ ചെന്നായികൾ, നായികൾ തന്നെ വളഞ്ഞു. പിന്നെ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ, പിന്നെ സിംഹത്തിന്റെ വായിൽ നിന്ന്. അപ്പൊ ഇതെല്ലാം ഈ മനുഷ്യ പ്രകൃതിയെ കാണിക്കുന്നതാണ്, സ്വഭാവം. കാളയുടെ സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ സമൂഹത്തിലൊക്കെ നിങ്ങൾ പഠിച്ച പണ്ടൊരാളെ പറ്റി ഒരാൾ പറഞ്ഞ് പെണ്ണിന്റെ പേരറിയാവുന്ന, ഞാൻ പറഞ്ഞില്ല, അത് കാളബേബിയാന്ന് പറഞ്ഞു. ബേബി എന്നാ പേര്, പക്ഷെ നാട്ടുകാരിട്ടിരിക്കുന്നത് കാളബേബി. സ്തോത്രം. അപ്പൊ ഓരോരുത്തർക്ക് അങ്ങനെ ഈ കർത്താവ് ഒരിക്കൽ പറഞ്ഞല്ലോ, ആ കുറുക്കനോട് പറഞ്ഞേക്കാം. ആരാ? ഹെരോദാവ്. അയാൾ കുറുക്കനായിട്ടാണോ? സ്വഭാവം വെച്ചാ പറഞ്ഞ കുറുക്കനോട്. യഹൂദയെ നീ ഒരു ബാലസിംഹം, ബെന്യാമിൻ കളിച്ചു കയറുന്ന ചെന്നായി. അവിടെ നായ്ക്കൾ വളർന്നുള്ള ആശയം വരുന്നത് ഈ ശൗല് എതിരായിട്ട് നിൽക്കുക. കാരണം ശൗല് ബെന്യാമിൻ ഗോത്രക്കാരനാണ്. ബെന്യാമിൻ കളിച്ചു കയറുന്ന ഇതല്ലേ സൂചിപ്പിച്ചത്. സിംഹങ്ങള്, യഹൂദ ഗോത്രം അത് സിംഹ സദൃശമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ തന്റെ കൂടെയുള്ളവരും തനിക്കെതിരായി. അതുകൊണ്ടൊക്കെ ആ പ്രയോഗം വന്നത്. അപ്പോൾ ഈ നിലയിലെല്ലാം തനിക്ക് വിരോധമായി വരിക. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ നമുക്ക് പ്രതികൂലമായിട്ട് വരും. പക്ഷെ അതിന് നടുവിൽ തളർന്നു പോകരുത്. അതിന് നടുവിൽ ദാവീദോ ദൈവത്തിൽ ധൈര്യപ്പെട്ടു, ബലപ്പെട്ടു. ദൈവത്തിൽ ബലപ്പെടണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാ. ദൈവത്തിന്റെ മകത്ത് ഇന്ന് വരുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചതാണ്. അപ്പം തിരക്കും ബത്തപ്പാടും തന്നെയല്ല, ഇപ്പം ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ രാവിലെ 2-3 ദുഃഖഭവനങ്ങളിൽ പോകേണ്ടതുണ്ട്. രാവിലെ ഇങ്ങോട്ട് വരാൻ അല്പം തടസ്സം വന്നു. പിന്നെ ഞാൻ മിസ്സിനെ വിളിച്ച് അവർ പെട്ടെന്ന് കല്ലിശ്ശേരി വന്നു. ഭീമം കൊണ്ട് കല്ലിശ്ശേരി വിട്ടു, വിമാനത്തിന് പോയി. അങ്ങനെയൊക്കെയാ. ഇനിയിപ്പം മരണ വീടുകളിൽ പോകണം. വൈകിട്ട് കൺവെൻഷനുണ്ട്, ബത്തപ്പാടുകളുണ്ട്. അതിനിടയ്ക്ക് ഒരു കല്യാണത്തിന് പോകേണ്ടത്. അവിടെ പോകുകയാണെങ്കിൽ മരണ വീട്ടിലേക്ക് പോകുന്നുള്ളൂ, കല്യാണത്തിന് പോകുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അല്പം തിരക്കും ഒക്കെ ഉണ്ടെങ്കിലും അല്പം മിനിറ്റുകളെങ്കിലും ഇവിടെ വന്ന് ഈ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിപ്പാൻ ഇങ്ങനെ അവസരം ദൈവം തന്നതിനാൽ ദൈവത്തിന് സജിയുടെ വീടുമായിട്ട് 7 വർഷത്തെ പരിചയമാണ്. എനിക്ക് തോന്നുന്നത് 10-25 കൊല്ലം മുമ്പാണ് ഇവിടെ ആദ്യം വന്നത്. ആ വീട്ടിലാണ് വന്നത്. അതാ ഞാൻ തെറ്റി അവിടെ പോയത്. അവിടെ ചെന്ന് ഇപ്പം വഴിയില്ല, പുഴയില്ല. ജോലി ഇത് എന്തുവാന്ന് പറഞ്ഞ് ഞാൻ ഇത് കാണിക്കുന്നുമില്ല. സജി ഇത് വിട്ടു തന്നതാണ്.
അത് നോക്കിയിട്ട് മൊത്തം കണ്ടമാണ് എങ്ങോട്ട് പോകാൻ അവിടെ കിടന്ന് പിന്നെ കുറെ തന്നെ പഴയ വീട് വെച്ചാൽ ഞാനീ വന്നു. എന്നാൽ ഇവിടെ ആ പ്രാർത്ഥന എന്ന് സരിയുണ്ട് പറഞ്ഞുമില്ല. പിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു. ഇവിടുത്തെ വീടുകളെല്ലാം നമുക്ക് പരിചയമാണ്. സോളവന്റെ വീടല്ലേ ശാലോമാർക്ക് കൊച്ച മുളച്ചപ്പോഴാണ് നമ്മളവിടെ പോയത്. ദൈവം തന്നെ അപ്പുറ സൈഡിലെ സൈമന്റെ വീട് അപ്പുറം. പിന്നെ പായക്കാട്ട് ജോണിച്ചാന്റെ വീട് അതങ്ങനെ സൈഡിൽ മേരുമാമി ജോണിച്ചാന്. പിന്നെ അതിനപ്പുറത്തെ നമ്മുടെ സൂസന്റെ വീട് ബില്ലിപ്രിയന്റെ ഭാര്യ കൂടെ. പിന്നെ അപ്പം ഈ വീടുകളെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടത് ധാരാളം യോഗങ്ങൾ ഈ ഏരിയയിൽ നടന്നിട്ടുള്ളതാണ്. ആവശ്യമുണ്ട്. ജനത്തിലെ സാറിന്റെ വീട്, ജനത്തിലെ പൂജയുടെ അവിടുത്തെ വീടുകള്, സോമപാസ വീട് പറയുന്നത് സോമപാസ വീട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വഴി തിട്ടമായിരുന്നു. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങ് കറങ്ങിപ്പോയി. പിന്നെ അതുകൊണ്ടാണ് ഇവിടെ അറിയുന്നില്ല. ദൈവത്തിന് സുഭാഷൊക്കെ വണ്ടി നോക്കുന്നുണ്ട്, വണ്ടി ഒരെണ്ണം കാണുന്നില്ല. കണ്ടപ്പോഴാണ് പുള്ളി ടൂ വീലറിലാണ്. അപ്പം എങ്കിലും അല്പ മിനിറ്റുകളെങ്കിലും കൂടുവാനിടയായതിൽ ദൈവത്തിന് ദൈവം ഈ ഭവനത്തെ പ്രിയപ്പെട്ടവരെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പൊ പ്രതിസന്ധികളുടെ നടുവിൽ പോരാട്ടങ്ങളുടെ നടുവിൽ ചങ്ങലിക്കരുത്. നിന്റെ ദൈവം നിന്നെ കൈവിടുക കൈവിടത്തില്ല. ആദ്യം ചോദിച്ചു ആ വാക്യം ഒന്ന് വായിച്ചേ, ഒന്നാം വാക്യം ഒന്ന് വായിച്ചേ. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു ആദ്യം പറയണയാ, ഭാരത്തോടെ പറയണയാ. കാരണം എല്ലാം പ്രതികൂലമായ ജനം കല്ലെറിയാൻ പോകുന്ന വലിയ പ്രശ്നം. അപ്പൊ പുള്ളി അറിയാമോ എന്നെ കൈവിട്ടോന്ന്. പക്ഷെ ദാവീദ് ധൈര്യപ്പെട്ടേച്ച് പറഞ്ഞു തന്നെ എല്ലാം വായിപ്പിക്കുന്നത്. 24 വാക്യം വായിച്ചേ, 24. അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. അടുത്തത് തന്റെ മുഖം അവന് തന്റെ മുഖം അവന് മറച്ചതുമില്ല. കണ്ടോ, തന്റെ മുഖം അവന് ദൈവം അവന്റെ സ്തോത്രം മുഖം മറച്ചതില്ല. അടുത്ത വാക്യം വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവത്തിന് മകൻ. ആരും ചോദിച്ചു എന്നെ ഞരക്കുന്ന ശബ്ദം കേൾക്കാതിരിക്കുന്നതൊക്കെ എന്തെന്ന് ചോദിച്ചു. പക്ഷേ ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ആ പ്രാർത്ഥന ദൈവം മുഖം മറക്കത്തില്ല. മാത്രമല്ല ഒടുവില് ഭാവി പ്രവചനം എന്ന നിലയിൽ ഇതിനകത്ത് കർത്താവിന്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട 6-7 കാര്യമുണ്ട്. അതൊന്നും ഞാന് വിവരിക്കുന്നില്ല. ദൈവത്തിന് മകത്വം. 30-ാമത്തെ വാക്യം വായിച്ച് പ്രത്യാശയോടെ പറയുന്ന കാര്യം, ഒരു സന്തതി അവനെ സേവിക്കും, ഒരു സന്തതി അവനെ സേവിക്കും. വരുന്ന തലമുറയോടെ യഹോവയെക്കുറിച്ച് കീർത്തിക്കും. ഒരു സന്തതി അവനെ സേവിക്കും, വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ പറഞ്ഞു. ഈ 2 വാക്യം പുതിയ നിയമസഭയും സഭയുടെ ശുശ്രൂഷകളും ആ ശുശ്രൂഷയാൽ അനേകര് ഈ കൃപയിൽ വരുന്ന കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ഇത് ക്രൂശിൽ കിടന്ന് കാണുക. യേശു ക്രിസ്തു ആ നിലവിളിച്ചപ്പോൾ എന്റെ ദൈവമേ നീ എന്നെ. അപ്പം ദൈവം പറയുക, അന്നാ ക്രൂശ് മരണം വേണ്ട, ഒന്ന് ഇറക്കി അല്ലെ ഇറങ്ങി പോലും അവിടുന്ന് രക്ഷിച്ചാൽ എനിക്ക് നിങ്ങൾക്കും ഈ മാർഗത്തിൽ വരാൻ ഒക്കത്തില്ല. അവിടുത്തെ ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കും ഈ രക്ഷ. അവിടെ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് കാണുകയാ ഒരു സന്തതി ഉണ്ടാകും, വരുവാനുള്ളൊരു തലമുറ ഉണ്ടാകും. സുവിശേഷ വേലക്കാർ വന്ന് അവിടുത്തെ നീതിയെ പ്രസ്താവിക്കും. ഇതെല്ലാം ക്രൂശിൽ കിടന്ന് കാണുക. ഒന്നുകൂടെ 30-31 വാക്യമായി ഒരു സന്തതി അവനെ സേവിക്കും. ഇന്ന് ക്രൂശിൽ കിടന്ന് കാണുക, ഒരു സന്തതി അവനെ സേവിക്കും. വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും എന്ന് പറഞ്ഞാൽ അവൻ സ്തോത്രം. അവൻ അനേക പ്രിയപ്പെട്ടവനോട് അവൻ ദൈവത്തെ പറ്റി പറഞ്ഞു, യേശുവിനെ പറ്റി പറഞ്ഞു. അടുത്തത് അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ പറഞ്ഞാൽ അനേകര് വീണ്ടും ജനനം പ്രാപിക്കും, അനേകര് കൃപയിൽ വരും. അവരോട് ഈ കാര്യമെല്ലാം പറഞ്ഞു. അപ്പോൾ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പോരാട്ടങ്ങളും അടിക്കടി ഉയരുമ്പോൾ പതറരുത്, നിരാശപ്പെടരുത്. ഇത് കഴിയുമ്പോൾ ചില നന്മയുടെയും വിടുതലുടെയും ഇരുമ്പാടുകൾ അടിച്ച് കരുത്തിലേക്ക് കയറ്റുകയാണ്.
അവൻ ശിരസിൽ മുൾക്കിരീടം കൊണ്ട് വച്ചടിച്ചു. അവിടുത്തെ പങ്കപ്പാടുകളെല്ലാം സഹിച്ച് മുഖത്തെ രോമമെല്ലാം പിഴുതെടുത്തു. കുഴവജാല പോലെ മുതുകും നീളത്തിൽ കീറപ്പെട്ടു. ഇതെല്ലാം അനുഭവിക്കുമ്പോഴും കർത്താവ് ക്രൂശിൽ കിടന്ന് സമയം കാണുന്നുണ്ട്. വരുവാനൊരു തലമുറ, ജനിപ്പാനിരിക്കുന്ന ഒരു തലമുറ, അവിടുത്തെ നീതിയെ കീർത്തിക്കുന്ന ഒരു തലമുറ നമ്മൾ ഈ ദിവസങ്ങളിൽ വിശ്വാസ കണ്ണാൽ കാണണം. ഇപ്പോഴത്തെ ഈ പ്രതികൂലമെല്ലാം മാറും, ഈ പ്രശ്നങ്ങളെല്ലാം തീരും, ഈ പോരാട്ടമെല്ലാം മാറും. അവിടുത്തെ വരവ് താമസിച്ചാൽ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ദൈവം നമ്മെ ആകും. ഇതെല്ലാം വിശ്വാസ കണ്ണാൽ കാണണം. അത് കണ്ടുകൊണ്ട് വിശ്വാസത്തിന്റെ വാക്കും പറയണം. തമ്മിൽ കൂടുമ്പോഴും തമ്മിൽ സഹകരിക്കുമ്പോഴും കൈ കൊടുക്കുമ്പോഴെല്ലാം ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് അന്യോന്യം ധൈര്യപ്പെടുത്തണം. ആ വേലയ്ക്ക് അവരെ അന്യോന്യം ധൈര്യപ്പെടുത്തിയെന്നാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ വിശ്വസ്തരായി വിശുദ്ധരായി ജീവിച്ച് ആമിന് സ്തോത്രം വരുവാനുള്ളൊരു തലമുറ, ആമിന് ജനിപ്പാനൊരു തലമുറ, അവരോട് നീതിയെ പറ്റി പറയുവാൻ, ദൈവത്തിന്റെ വചനം പറയുവാൻ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്നുള്ള തിരുവെടുത്ത് അനേകരുടെ പറയുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി സമർപ്പിക്കാം. സിംഹങ്ങളും കാട്ടുപോത്തും ഭാഷാകൂത്തന്മാരും ചെന്നായ്ക്കളും ഒക്കെ പൂച്ചയോടെ അലറുന്ന ശക്തികളൊക്കെ വരുമ്പോൾ പതറി പോകാതെ ദൈവത്തിനെ ആശ്രയിച്ച് ദൈവത്തിന്റെ ശരണപ്പെട്ട് വിശ്വസ്തരായിരിക്കുവാൻ